മാലാ പാർവതി നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി മാലാ പാർവതി, ശ്വേതാ മേനോൻ്റെ രാവിലെയുള്ള പോസ്റ്റ് കണ്ടല്ലോ. താൻ സാമ്പത്തിക ആരോപണം സാമ്പത്തിക തട്ടിപ്പ് കണ്ടെടുത്തു, അതാണ് തനിക്കെതിരായ നീക്കമെന്നാണ് പറയുന്നത്. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം കൂടിയുള്ളത്, എന്തുകൊണ്ട് മുൻനിര താരങ്ങൾ മമ്മൂട്ടി, മോഹൻലാൽ പോലെയുള്ളവരുടെ മൗനം, അവർ തനിക്കൊപ്പമുണ്ട് എന്ന് ശ്വേത പറയുമ്പോൾ അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത്? അവരുടെ ഒരു പിന്തുണയിലാണോ ശ്വേത വീണ്ടും ഈ കളത്തിലിറങ്ങുന്നത്? എനിക്കത് വിശ്വാസമില്ല. കാരണം ഒന്നാമത് ലാൽ സാർ അവസാനം അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്ന കേട്ടതിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനറൽ ബോഡിയുടെ തീരുമാനം എന്താണോ ഞാൻ അതിന് കൂടെ നിൽക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കേട്ടത് ജനറൽ ബോഡി തന്നു. അതിനുശേഷം അവർ രണ്ടുപേരും സംസാരിക്കുന്ന കേട്ടില്ല. നേരിട്ട് സംസാരിക്കാതെ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഞങ്ങൾ അശ്ലീലം പറഞ്ഞു എന്ന് കോടതിക്ക് എഴുതി കൊടുത്ത ആളാണ് ശ്രീമതി ശ്വേതാ മേനോൻ. അങ്ങനെ ഒരു അശ്ലീലവും ചീത്ത പറച്ചിലും ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അവരോട് കണക്ക് ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ ഈ നേരത്തെ ഉള്ളവരുടെ കണക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഇലക്ഷൻ നടന്ന സമയത്തുള്ള ജനറൽ ബോഡി ആ സമയത്ത് 3 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ കണക്ക് നിങ്ങളാണ് അവതരിപ്പിക്കേണ്ടത്. കാരണം അഡ്ഹോക് കമ്മിറ്റി കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, അത് തെരഞ്ഞെടുത്ത ഭരണസമിതിയാണ് ചെയ്യേണ്ടത്. അത് 3 മാസത്തിനകം ഓഡിറ്റഡ് ആയിട്ട് ഇന്റേണൽ ഓഡിറ്റ് ചെയ്ത കണക്ക് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാണ് ഇവരെ വിട്ടത്. അത് അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ബാബുരാജ് അടക്കം നോട്ടീസ് അയക്കുകയോ കണക്ക് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. 2 പ്രാവശ്യം അവരോട് പോയിട്ട് കണക്ക് ചോദിച്ചില്ല എന്നാണ് ആള് പറയുന്നത്. എന്നാൽ അവിടെ ഒരു കണക്കെല്ലാം കയ്യിലുള്ള ഒരു പയ്യനുണ്ടായിരുന്നു, അപ്പു എന്ന് പറഞ്ഞ ആ പയ്യന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ആ പയ്യൻ അതെല്ലാം കൂടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതുപോലും തിരുത്താൻ 10 മാസം അവർക്ക് സമയം ഉണ്ടായിട്ട് അവർ ചെയ്തില്ല. പിന്നെ അവർ ആരെയെ കുറ്റം പറയുന്നത്? അവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ അവർ വേറൊരാളെ കുറ്റം പറഞ്ഞിട്ടോ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയിട്ടോ എന്താ കാര്യമുള്ളത്? ഇവരല്ലേ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി, മറ്റവർ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അല്ലെന്നേ. സിദ്ദിഖ് പോയ സമയത്ത് അത് കൃത്യമാക്കി അതിന്റെ ഓരോ എല്ലാ ചാവിയടക്കം സകല കണക്കും എടുത്തു കൊടുത്തിട്ടാണ് പോയത്. അതിനുശേഷമുള്ള കുടുംബസമൂഹത്തിന്റെ കണക്കാകട്ടെ ബാക്കിയുള്ളതാകട്ടെ അത് നോട്ടീസ് അടിച്ച് കൊടുത്ത് വരുത്തി ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വം ആദ്യത്തെ 3 മാസത്തിൽ ഇവർ ചെയ്യേണ്ടതായിരുന്നു. ഒരു കാര്യം ഒരു ഭരണസമിതി ചെയ്യാതെ വരുമ്പോൾ അതിന് ജനറൽ ബോഡിയിലെ അംഗങ്ങൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരെ അധിക്ഷേപിക്കലും പവർ ഗ്രൂപ്പിന്റെ വിളയാട്ടവുമായിട്ട് പറയാൻ പാടില്ല. അതുപോലെ ശ്രീ മമ്മൂട്ടി, മോഹൻലാൽ അവരുടെ കൂടെയാണെന്നുള്ള വാദം, അത് ഞങ്ങൾ അവരുടെ വായിൽ നിന്ന് അവരുടെ മുഖത്തു നിന്ന് കേൾക്കാതെ വിശ്വസിക്കാനേ പറ്റത്തില്ല. അത് അദ്ദേഹത്തിനോട് ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവും, ഞാൻ പിന്നെ എന്താ വേണ്ടത്, നമുക്ക് ഒരു കാര്യം അറിയാം, ഞാൻ കേസിൽ പോവുകയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ പൊയ്ക്കോ എന്നേ അദ്ദേഹം റിയാക്ട് ചെയ്യുള്ളൂ. കാരണം നമുക്കിതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ അനുഭവം അറിയാം. ശ്രീമതി സാന്ദ്ര എടുത്ത് വേണ്ട നിങ്ങൾ കേസിന് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മകളാണെങ്കിൽ എന്തായിരുന്നു മമ്മൂക്ക പറയുന്നതെന്ന് പറഞ്ഞാൽ അവരെ അധിക്ഷേപിക്കാൻ അത് ഉപയോഗിക്കും. അവര് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ നിങ്ങളടക്കം ഓരോ ആൾക്കാരടക്കം ഇന്നലെ ഞാൻ ചർച്ച ചെയ്ത എല്ലാ ആൾക്കാർക്കും ശ്രീ മോഹൻലാൽ മമ്മൂട്ടിയിലേക്ക് എത്തിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അവര് 2 മനുഷ്യര് ഇന്ന് മുഴുവനായിട്ട് വിട്ടു നിൽക്കുകയാണ് ഈ സംഘടനയിൽ നിന്ന്. ഇവിടെ കുറെ മനുഷ്യർക്ക് ജീവിത പ്രശ്നമായിട്ടുണ്ട്. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ബെടക്കാക്കി തനിക്കാക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ഇവരെ എല്ലാം മാറ്റി എല്ലാം പവർ ഗ്രൂപ്പ് ഇവരാന്ന് പറഞ്ഞ് കുറ്റാരോപിതരാന്ന് പറഞ്ഞ് മാറ്റി ഇവർക്ക് അതിന്റെ മുകളിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ വരാനിരിക്കുന്ന ഹ്യൂജ് എമൗണ്ട് നേടിയെടുക്കുകയാണോന്ന് ഇപ്പൊ ഞങ്ങൾ സംശയിക്കുന്നുണ്ടെന്നേ. ഞങ്ങള് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അധിക്ഷേപിക്കരുത് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് സിനിമ വരില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിന് തന്നെയല്ലേ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്? ആരാണ് ഇപ്പൊ പവർ ഗ്രൂപ്പ്? ശ്രീ മമ്മൂട്ടി ആകട്ടെ ശ്രീ മോഹൻലാൽ ആകട്ടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. അത് സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം അത് എല്ലാരെയും ഭയന്നിട്ടാണ്. അവരെന്ത് പറഞ്ഞാലും ഏത് പക്ഷത്തും അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവര് പറഞ്ഞാൽ സാന്ദ്ര പറഞ്ഞ പോലെ പറയും. അവരുടെ മകളാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ, ഇപ്പുറത്ത് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കും. നോക്കൂ, ഇത് ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ള വാക്ക് തന്നെ മറ്റൊരു സമയത്ത് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഹേമ കമ്മിറ്റിയിൽ വന്ന ഒരു കാര്യമാണ്. ആ വിമർശനങ്ങൾ വളരെ കൃത്യമായി സ്വീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് അമ്മ. അവിടെ സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യം ആണ്, പണ്ടത്തെ പോലെ അല്ല. എല്ലാവർക്കും പറയാൻ, അല്ലെ ഞങ്ങളൊക്കെ ഇറങ്ങി വന്ന് ഇത്രയും കൃത്യമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യം തന്നു എന്നുള്ളതല്ല, പിന്നെ ആ ബലം അങ്ങ് പോയി. എല്ലാവർക്കും ഫ്രീഡമായി. അതുകൊണ്ടാണ് എല്ലാവർക്കും ജനാധിപത്യം അവിടെ പുലരുന്നുണ്ട്. കൃത്യമായി വന്ന് സംസാരിക്കാനും ഞങ്ങളുടെ ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സ്ത്രീകൾ ഇലക്ഷൻ നിന്നപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ മുഴുവൻ പേരും തന്നിരുന്നു. അവിടെ എതിർപ്പുണ്ടായിരുന്നില്ല. ജഗദീഷ് അടക്കം പിന്മാറിക്കൊടുത്തു, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി. ഒരുപാട് പേര് അവർക്ക് സപ്പോർട്ടായിരുന്നു. കുക്കു പരമേശ്വരന് പറയാൻ പറ്റുമോ ഏതെങ്കിലും ആൾ അവരെ പിന്തുണച്ചില്ല എന്ന് പറയാൻ പറ്റുമോ?
ശ്വേതാ മേനോന് പറയാൻ പറ്റുമോ പിന്തുണച്ചില്ല എന്ന്? അവര് പിന്നെ ലക്ഷ്മിപ്രിയയെ, പുരുഷന്മാർക്കെതിരെ ലക്ഷ്മിപ്രിയ ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞത് സിദ്ദിഖാണ്. അപ്പൊ എല്ലാവരും സ്ത്രീകൾ തന്നെ വരട്ടെ എന്നൊരു പാനൽ ഉണ്ടാവണമെന്ന് അവരെല്ലാവരും ഒരുമിച്ച് വിചാരിച്ചു. ശ്വേതയാണ് പറഞ്ഞത് കേട്ടോ ലക്ഷ്മിപ്രിയയെ കൊണ്ടുവന്ന് സിദ്ദിഖാന്ന്. എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ. അപ്പൊ ഇങ്ങനെ ഒരു എല്ലാ നിലയ്ക്കും ഒരു സപ്പോർട്ട് ചെയ്ത് 17 പേരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ അതിനകത്തുനിന്ന് ചീഞ്ഞ അളിഞ്ഞ നാറിയ കഥകൾ ദിവസം ദിവസം പുറത്തു വന്നതിന് ഉത്തരവാദി ഏത് പവർ ഗ്രൂപ്പാണ് ഈ മണ്ടത്തരം കാണിച്ചതിന്? ആരെയാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്? ഇവിടെ ഒരു ശരിയാക്കാൻ ഒരു അവസരമാണ് അൻസിബ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു പെണ്ണായി പോലും അംഗീകരിക്കുന്നില്ലല്ലോ. അതൊരു സ്ത്രീയുടെ ഫൈറ്റ് ആയിട്ട് നിങ്ങൾ ആരും അംഗീകരിക്കാത്ത എന്താണ്? അത് ഒരു പെൺപക്ഷത്ത് നിന്നിട്ട് അയ്യോ ഇനിയിപ്പോ പെണ്ണുങ്ങളാരും അമ്മ, ഇനിയിപ്പോ ഭരണം പോയാൽ ഇനി അമ്മ വീണ്ടും പുരുഷന്മാരുടെ പക്ഷത്താണോ? എന്താണ് അൻസിബ അവസ്ഥ കാണാത്തത്? ആ കുട്ടി നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് ഈ ഇത്രയും അഴിമതിയും ഈ കമ്മ്യൂണലായിട്ടുള്ള പോളറൈസേഷനും അവിടുന്ന് എന്താ മൾട്ടിനാഷണലിലെ പണമിടപാടും എല്ലാം പുറത്തു വരാൻ കാരണം ഒരൊറ്റയാൾ നടത്തിയ പോരാട്ടമാണ്. അത് ലൈംഗികമായ അതിക്രമം വരുമ്പോൾ മാത്രമല്ല ചാനലുകളും വ്യക്തികളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതും ഉണർന്ന് നോക്കേണ്ടതും. ഈ മാനസികമായും എല്ലാ നിലയ്ക്കും ബുദ്ധിമുട്ടിച്ച് ലക്ഷ്യം ചെയ്ത് സ്വന്തം പിതാവിനെ സഹോദരനെ പോലെ കാണുന്ന വ്യക്തിക്കെതിരെ മദ്യപാനിയാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് ചാപ്പ കുത്തിക്കൊണ്ട് ഒരു വ്യക്തിയെ വല്ലാണ്ട് അധിക്ഷേപിച്ചപ്പോൾ ആ കുട്ടിയെ മത തീവ്രവാദിയാണെന്ന് കേരളത്തിന്റെ മുന്നിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞ ഒരു വ്യക്തിയോട് ചോദ്യം ചോദിക്കാൻ വീണ്ടും മൈക്കുകൾ നീളുന്നത് അൻസിബയുടെ നേർക്കാണ്. ആ അൻസിബയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഞങ്ങളുടെ നേരെയാണ്. അവരോട് പോയി ചോദിക്കൂ എവിടെയാണ് മതതീവ്രവാദത്തിന്റെ തെളിവെന്ന്. ശ്രീമതി മാലപാർവതി, ഇപ്പം ഒരു സിനിമാ പ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന്റെ ഒരു സംഘടനയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ കൂടി ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സംഘടനയിൽ മുമ്പെങ്ങുമില്ലാത്ത ഒരു അസാധാരണ പ്രതിസന്ധി രൂപപ്പെട്ടു നിൽക്കുകയാണ്. ഇതിൽ നമുക്കറിയാം സിനിമാ രംഗത്തുള്ളവർ, ജനപ്രതിനിധികളായിരിക്കുന്നവരുണ്ട്, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവരുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു മുതിർന്ന തലത്തിലുള്ള ഇടപെടൽ ആവശ്യമാണ് ഈ ഘട്ടത്തിൽ എന്നൊരവസ്ഥ വന്നു ചേർന്നിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ നിശബ്ദരായിരിക്കുന്നവരോട് കളത്തിലിറങ്ങാൻ പൊതുവായി എല്ലാവരും കൂട്ടായത്തോടെ ആവശ്യപ്പെടേണ്ട ഒരു ഘട്ടം കൂടിയല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിനകത്ത് ഈ രണ്ട് പക്ഷമുള്ളത് കൊണ്ടാണ് ഇവർ ഇറങ്ങാത്തത്. ഒന്ന് ശ്വേതയുടെ പക്ഷത്തും കുറെ പേർ, മറ്റൊരു പക്ഷത്തും കുറച്ചു പേർ, നിസ്സംഗരായി നിൽക്കുന്ന കുറച്ചു പേർ. പൊതുസമൂഹം ആരുടെ പക്ഷത്ത് നിന്നാലും അവരെ കല്ലെറിയും എന്നുള്ള പേടി അവർക്കുണ്ട്. അവർ ആവശ്യത്തിന് കല്ലേറ് വാങ്ങിച്ചിട്ടുണ്ട്. അവര് ഈ വിജയം കൊയ്യതും അവർക്ക് അംഗീകാരം നേടിയതും അവരുടെ അധ്വാനത്തിനും കഴിവിന്റെയും അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇതെന്തോ ചുളുവിൽ നേടി വന്ന് തലപ്പത്തിരിക്കുന്നവരാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അവരെ കല്ലെറിയാൻ അവരുടെ ഓരോ നിലപാടും കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് അവർ മടിച്ചു നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്നെ പോലെ ഒരാൾക്ക് ഇറങ്ങി ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ്. ഞാൻ ആ സംഘടനയിൽ ആരുമല്ല. ശരിപക്ഷം മനസ്സിലാക്കിയിട്ട് ഞാൻ ഇറങ്ങി ഫൈറ്റ് ചെയ്യുവാണ്. ഞാൻ ആ സംഘടനയിലെ ജനറൽ ബോഡിക്ക് മാത്രം പോകുന്ന ഒരാളാണ്. ഞാൻ ഒരു തരത്തിലും ഞാൻ ഈ കുടുംബസമ്മേളനത്തിലോ സ്റ്റേജിൽ പോലും കയറിയിട്ടുള്ള ഒരാളല്ല. പക്ഷെ ശരിപക്ഷത്ത് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ പോലും ഒരാളിറങ്ങുമ്പോൾ എനിക്ക് ഒരു വിലക്കും വന്നിട്ടില്ല. ഒരാൾ വിളിച്ചിട്ട് എന്തിനാ പാർവതി അങ്ങനെ സംസാരിച്ചതെന്ന് ചോദിക്കില്ല. എനിക്കറിയാം അവിടെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന്, അവിടെ ജനാധിപത്യം ഉണ്ടെന്ന്. ഒരു സിനിമയിൽ നിന്ന് ഒരു കോൾ എനിക്ക് വന്നിട്ടില്ല ഇത്രയും പ്രാവശ്യം ഞാൻ ഇറങ്ങി സംസാരിച്ചിട്ട്. അപ്പൊ അവിടെ എന്താണോ നടക്കുന്നത്? കേരള സമൂഹം ഒരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ വരാമെന്ന് അവർ വിചാരിക്കുന്നതായിട്ടാണ് ഞാൻ തോന്നുന്നത്. കേരള സമൂഹം എവിടെ നിൽക്കുന്നു എന്ന് ആദ്യം ഒരു തീരുമാനത്തിലെത്തട്ടെ. ഇപ്പൊ നമ്മൾ നടി ആക്രമിക്കപ്പെട്ട വിഷയം വന്നപ്പോൾ കേരള സമൂഹം ഒരു പക്ഷമെടുത്തു. അതുപോലെ ഒരു പക്ഷം എടുത്തു കഴിയുമ്പോൾ അവർ നിലപാട് വ്യക്തമാക്കും എന്ന് ഞാൻ കരുതുന്നു. ശരി, വളരെ നന്ദി മാലപാർവതി പ്രതികരിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ അമ്മയിൽ മുതിർന്ന താരങ്ങളുടെ ഇടപെടലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. അവരെന്തുകൊണ്ട് നിശബ്ദരാകുന്നു? മമ്മൂട്ടിയും മോഹൻലാലും അടക്കം കളത്തിലിറങ്ങണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന കൂടി പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.